ബ്രിട്ടന്റെ വിക്ടോറിയ രാജ്ഞി ദത്തെടുത്ത ഒരു ഇന്ത്യൻ രാജകുമാരിയെക്കുറിച്ച് അറിയാത്തവരായിരിക്കും ഭൂരിഭാഗം ഇന്ത്യക്കാരും. കൂർഗിന്റെ രാജകുമാരിയായി വിക്ടോറിയ ഗൗരമ്മ രാജകുമാരി ചരിത്രത്തിലെ അപ്രപാളികളിൽ ഒതുക്കപ്പെട്ടവരിൽ ഒരാളാണ്. കൊളോണിയൽ ചരിത്രത്തിൽ വെറുമൊരു കുറിപ്പല്ല ഗൗരമ്മയുടെ കഥ, മറിച്ച് സഹിഷ്ണുതയുടെയും പോരാട്ടത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. 1852 ഒരു മഴയുള്ള പ്രഭാതത്തിലാണ് പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ 11കാരി ഗൗരമ്മ രാജകുമാരി പിതാവിന്റെ കയ്യും പിടിച്ച് ലണ്ടനിലെത്തിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചടക്കിയതിനെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ചികവീര രാജേന്ദ്ര വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചാണ് ലണ്ടനിലെത്തിയത്. 1834 കൂർഗ് യുദ്ധത്തിന് ശേഷം ചീരവീര രാജേന്ദ്ര രാജാവിനെ നാട് കടത്തുകയും ബനാറസിൽ തടവിലാക്കുകയും ചെയ്തിരുന്നു. ഇതിന് വർഷങ്ങൾക്ക് ശേഷമാണ് നല്ലൊരു ഭാവി പ്രതീക്ഷിച്ച മകളുമൊത്ത് ചീരവീര ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ എത്തിയത്. തന്റെ പൂർവികരുടെ സ്വത്ത് തിരികെ ലഭിക്കണമെന്നും ഗൗരമ്മയുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും രാജാവ് ആഗ്രഹിച്ചത്. എന്നാൽ ഗൗരമ്മയുടെ വരവിനെ അതിശയത്തോടെയും മുൻവിധിയോടെയുമാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ സ്വീകരിച്ചത്. എന്നിരുന്നാലും വിക്ടോറിയ രാജ്ഞിക്ക് ഗൗരമ്മയിൽ താല്പര്യം തോന്നിയിരുന്നു. ഗൗരമ്മയെ രാജ്ഞി തന്റെ പേരക്കുട്ടിയായി ദത്തെടുത്തു. രാജകീയ ചട്ടങ്ങളിലൂടെ ജ്ഞാനം നൽകി. പിന്നാലെ വിക്ടോറിയ ഗൗരമ്മ എന്ന പേരും നൽകി. സൈനിക ദമ്പതികൾക്കായിരുന്നു ഗൗരമ്മയുടെ സംരക്ഷണ ചുമതല നൽകിയത്. അവർ ഗൗരമ്മയെ വിക്ടോറിയൻ സ്വത്താക്കി മാറ്റാൻ ശ്രമിച്ചു. താമസിയാതെ തന്നെ ഗൗരമ്മ ലണ്ടൻ സമൂഹമായി ഇഴചേരുകയും കൊട്ടാരത്തിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളായി മാറുകയും ചെയ്തു. പെരുമാറ്റം, വിദ്യാഭ്യാസം, ആകർഷണീയത എന്നിവയാൽ അവൾ പ്രശംസിക്കപ്പെട്ടു. എന്നിരുന്നാലും എല്ലാ കാലത്തും അവളെ ഒരു പുറം നാട്ടുകാരിയായി തന്നെയായിരുന്നു എല്ലാവരും പരിഗണിച്ചത്. ഏകാന്തതയും സംസ്കാര വ്യത്യാസങ്ങളും അവഗണനയും വംശീയതയും അവൾ ഏറെ അനുഭവിച്ചു. കൊട്ടാരം അവളെ പരിഗണിച്ചെങ്കിലും ഒരിക്കലും ചേർത്തു നിർത്തിയിരുന്നില്ല.